ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച കൽക്കരിപ്പാട കേസിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സുപ്രീം കോടതി നൽകിയ പൂർണ്ണമായ ക്ലീൻ ചിറ്റ് കേവലം ഒരു കോടതി വിധി മാത്രമല്ല, മറിച്ച് രാജ്യത്ത് നടന്ന ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വേട്ടയാടലിൻ്റെ അന്ത്യം കൂടിയാണ്. 1993 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ സുതാര്യമായ ലേലം കൂടാതെ കൽക്കരിപ്പാടങ്ങൾ അനുവദിച്ചതിലൂടെ ഈ രാജ്യത്തിന് 1.86 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന CAG റിപ്പോർട്ടോടെയാണ് കോൾഗേറ്റ് എന്ന അഴിമതി കേസ് രൂപപ്പെടുന്നത്. ഇതിൻ്റെ തുടർച്ചയായി 2014 സുപ്രീം കോടതി 214 അലോട്ട്മെൻറ്റുകൾ റദ്ദാക്കി. ഇതിൽ 2005 ഒഡീഷയിലെ തലവിറ 2 കൽക്കരിപ്പാടം ഹിൻഡാൽകോ കമ്പനിക്ക് അനുവദിച്ച സംഭവത്തിലാണ് അന്ന് കൽക്കരി വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന മൻമോഹൻ സിംഗിനെ പ്രതി ചേർക്കാൻ വിചാരണ കോടതി നിർദ്ദേശിക്കുന്നത്. എന്നാൽ വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ മൻമോഹൻ സിംഗിനെതിരെ അഴിമതിക്കോ ക്രിമിനൽ ഗൂഢാലോചനയ്ക്കോ യാതൊരു തെളിവുമില്ല എന്ന് വ്യക്തമാക്കി CBI സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അദ്ദേഹത്തെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയത്. സമകാലിക മാധ്യമങ്ങളെക്കാളും പ്രതിപക്ഷത്തെക്കാളും ചരിത്രം തന്നോട് കൂടുതൽ ദയ കാണിക്കും എന്ന് 2014 മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്കുകൾ ഇന്ന് സുപ്രീം കോടതി വിധിയോടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ ചരിത്രവിധിയുടെ പശ്ചാത്തലത്തിൽ ദ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലൂടെ സോണിയാഗാന്ധി നടത്തിയത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നെഞ്ചകം പിളർക്കുന്ന അതിരൂക്ഷമായ രാഷ്ട്രീയ പ്രഹരമാണ്. 2017 ഫെബ്രുവരി 8 രാജ്യസഭയിൽ വെച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ഇത്രയധികം അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടും തൻ്റെ മേലൊരു പുള്ളി പോലും വീഴാതെ റെയിൻകോട്ട് ധരിച്ച് കുളിക്കുന്ന കല മൻമോഹൻ സിംഗിന് മാത്രമാണ് അറിയാവുന്നത് എന്ന് നരേന്ദ്രമോദി നടത്തിയ അധിക്ഷേപകരമായ പരാമർശത്തെ സോണിയാഗാന്ധി വളരെ കൃത്യമായി വിചാരണ ചെയ്യുന്നുണ്ട്. പാർലമെന്ററി ചരിത്രത്തിൽ ഏറ്റവും തരം താണ ആ പരാമർശത്തിന് മൻമോഹൻ സിംഗിൻ്റെ നിരപരാധിത്വം ശരിവച്ച ഈ സുപ്രീം കോടതി വിധിയേക്കാൾ വലിയൊരു തിരിച്ചടി ചരിത്രത്തിൽ ഇനി നൽകാനില്ല. BJPയും RSSും മാധ്യമങ്ങളും ചേർന്ന് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ആരോപിക്കുന്ന അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അഴിമതിക്കാരായി മുദ്ര കുത്തപ്പെടുന്ന നേതാക്കൾ BJPയിലേക്ക് കൂറുമാറുമ്പോൾ പെട്ടെന്ന് വിശുദ്ധരായി മാറുന്ന വിചിത്ര നാടകങ്ങളെ പറ്റിയും ചൂണ്ടിക്കാട്ടി CBIയെയും മീഡിയയും ആയുധമാക്കുന്ന കേന്ദ്ര ഭരണകൂടത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ അടഞ്ഞ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ജനകീയ പ്രക്ഷോഭങ്ങളെ പെല്ലറ്റ് തോക്കുകളോ ബലപ്രയോഗമോ ഇല്ലാതെ ജനാധിപത്യപരമായി കൈകാര്യം ചെയ്യാനും 100-ലധികം തുറന്ന പത്രസമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് മാധ്യമങ്ങളോടും പാർലമെൻറ്റിനോടും പൂർണ്ണ ഉത്തരവാദിത്തം പുലർത്താനും ഡോക്ടർ മൻമോഹൻ സിംഗിന് സാധിച്ചിരുന്നു. ചരിത്രപ്രധാനമായ ഇന്ത്യൻ-US ആണവ കരാർ അടക്കമുള്ള തീരുമാനങ്ങളിലൂടെ ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ വഴികാട്ടിയായ അദ്ദേഹത്തിൻ്റെ മികച്ച ഭരണ നേട്ടങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രം കെട്ടിച്ചമച്ചതായിരുന്നു ഈ ആരോപണങ്ങളൊക്കെയും. ശാന്തനും സൗമ്യനുമായ ഒരു മികച്ച പ്രധാനമന്ത്രിയായി ചരിത്രം അദ്ദേഹത്തെ എക്കാലവും ഓർമ്മിക്കുമെങ്കിലും തൻ്റെ മേൽ ചാർത്തപ്പെട്ട കളങ്കമെല്ലാം മാഞ്ഞുപോയ ഈ വലിയ ചരിത്ര വിജയം കാണാൻ ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല എന്ന സങ്കടം പങ്കുവച്ചുകൊണ്ടാണ് സോണിയാഗാന്ധി തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. അഴിമതിയുടെ പേരിലും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചും പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന ഭരണപക്ഷത്തിന് മേൽ സുപ്രീം കോടതിയുടെ ഈ വിധിയും സോണിയാഗാന്ധിയുടെ ആഞ്ഞടിക്കലും ഏൽപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും മായാത്ത കനത്ത പ്രഹരമാണ്.